JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ് ടോപ്പിക് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ 10/10/2021 നമ്മുടെ രണ്ടാമത്തെ മോഡൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ ആ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് മോഡൽ എക്സാം തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ട് മനപ്പാടമാക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും 90% മുകളിൽ മാർക്ക് കരസ്ഥമാക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ പരിശ്രമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ഇന്ത്യ Muslim Women Rights Day is observed across the country on dash. In India, Muslim Women Rights Day is observed across the country on dash. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇന്ത്യയില് മുസ്ലിം വനിതാ അവകാശ ദിനം രാജ്യത്തൊട്ടാകെ ഡാഷായി ആചരിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് ഓഗസ്റ്റ്, ഓപ്ഷൻ ബി 2 ഓഗസ്റ്റ്, ഓപ്ഷൻ സി 3 ഓഗസ്റ്റ്, ഓപ്ഷൻ ഡി 4 ഓഗസ്റ്റ്. ഇൻ ഇന്ത്യ മുസ്ലിം വുമൻ റൈറ്റ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് അക്രോസ് ദ കൺട്രി ഓൺ, ഓപ്ഷൻ എ ആണ് ആൻസർ, 1 ഓഗസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The World Lung Cancer Day is an annual celebration which takes place on a dash. The World Lung Cancer Day is an annual celebration which takes place on a dash. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ലോക ശ്വാസകോശ അർബുദ ദിനം ഒരു വാർഷിക ആഘോഷമാണ്. അത് ഡാഷിന് നടക്കുന്നു. എന്നാ നടക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലാസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ ബി ഫസ്റ്റ് സൺഡേ ഓഫ് ഓഗസ്റ്റ്, ഓപ്ഷൻ സി 31 ജൂലൈ, ഓപ്ഷൻ ഡി 1 ഓഗസ്റ്റ്. ദ വേൾഡ് ലങ് ക്യാൻസർ ഡേ ഈസ് ആൻ ആനുവൽ സെലിബ്രേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഓൺ 1 ഓഗസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. What was the revenue collected from goods and services tax in July 2021? What was the revenue collected from goods and services tax GST in July 2021? അതായത് 2021 ജൂലൈയില് ചരക്ക് സേവന നികുതിയിൽ നിന്ന്, അതായത് GSTയിൽ നിന്ന് ശേഖരിച്ച വരുമാനം എന്തായിരുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1.23 lakh crore, ഓപ്ഷൻ ബി 1.16 lakh crore, ഓപ്ഷൻ സി 1.03 lakh crore, ഓപ്ഷൻ ഡി 1.37 lakh crore. What was the revenue collected from goods and services tax in July 2021? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1.16 lakh crore. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊജക്ട് ബാംബു ഒയാസിസ് ഓൺ ഡ്രോട്ട് ലാൻഡ്സ് in Udaipur, Rajasthan has been launched by Khadi and Village Industries Commission and which of the following security force? Project Bamboo Oasis on Drop lands in Udaipur, Rajasthan has been launched by Khadi and Village Industries Commission and which of the following security force? എന്താണ് ആ ക്വസ്റ്റ്യന്റെ അർത്ഥം? എന്താണ്? രാജസ്ഥാനിലെ ഉദയപൂരിൽ വരൾച്ചയുള്ള സ്ഥലങ്ങളില്
മുള ഒയാസിസിന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഓപ്ഷൻ ബി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഓപ്ഷൻ സി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ഓപ്ഷൻ ഡി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSF. അടുത്ത ക്വസ്റ്റ്യൻ, who among the following will get prestigious Maharashtra Bhushan Award 2021? Who among the following will get prestigious Maharashtra Bhushan Award 2021? താഴെ പറയുന്നവരിൽ ആർക്കാണ് 2021 മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആശാ ഭോസ്ലെ, ഓപ്ഷൻ ബി SP ബാലസുബ്രഹ്മണ്യം, ഓപ്ഷൻ സി ചഹാനുലാൽ മിശ്ര, ഓപ്ഷൻ ഡി ഉഷ മഗേഷ്കർ. ഏതാണ് ആൻസർ? Who among the following will get a prestigious Maharashtra Bhushan Award 2021? ഓപ്ഷൻ എ ആണ് ആൻസർ, ആശാ ഭോസ്ലെ. അടുത്ത, who among the following has won bronze by beating He Bingajio of China in women's badminton singles of Tokyo Olympics? അതായത് ടോക്കിയോ ഒളിമ്പിക്സിലെ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസില് ചൈനയുടെ ബിങ്ക ജിയാവോയെ തോൽപ്പിച്ച് താഴെ പറയുന്നവയിൽ ആരാണ് വെങ്കലം നേടിയത്? Who among the following has won bronze by beating Bing Jiwayo of China in women's badminton singles of Tokyo Olympics? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സൈന നെഹ്വാൾ, ഓപ്ഷൻ ബി ശ്രീകാന്ത് കിഡംബി, ഓപ്ഷൻ സി സാനിയ മിർസ, ഓപ്ഷൻ ഡി PV സിന്ധു. Who among the following has won bronze by beating He Bingajio of China in women's badminton singles of Tokyo Olympics? ഓപ്ഷൻ ഡി ആണ് ആൻസർ, PV സിന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, Isru Udana has announced retirement recently. He has played for which country's cricket team? Isru Udana has announced retirement recently. He has played for which country's cricket team? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇസ്രു ഉദാന അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഏത് രാജ്യത്തെ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഇന്ത്യ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ശ്രീലങ്ക. അടുത്ത ക്വസ്റ്റ്യൻ, Name the World Masters Gold Medal winner track and field player who has passed away recently. Name the World Masters Gold Medal winner track and field player who has passed away recently. അതായത് ഈയിടെ അന്തരിച്ച വേൾഡ് മാസ്റ്റേഴ്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ട്രാക്ക് ആൻഡ് ഫീൽഡ് കളിക്കാരന്റെ പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാൻകൗർ, ഓപ്ഷൻ ബി സൂരജ് സിംഗ് മാത്തൂർ, ഓപ്ഷൻ സി ഡിങ്കോ സിംഗ്, ഓപ്ഷൻ ഡി അനുരോഡ് ജഗ്നൌത്ത്. ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, മാൻകൗർ. അടുത്ത ക്വസ്റ്റ്യൻ, 36th edition of Corpat between India and which country has begun in the Indian Ocean region?
36th edition of Corpat between India and which country has begun in the Indian Ocean region? അതായത് ഇന്ത്യയും ഏതു രാജ്യവും തമ്മിലുള്ള കോർപ്പാറ്റിന്റെ 36ാമത് പതിപ്പാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയായ ഡാഷിൽ ആരംഭിച്ചു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. 36th edition of Corpat between India and which country has begun in the Indian Ocean region? Option D ആണ് ആൻസർ, ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. Former bowler Mike Hendrick passed away recently. He was from which country? Former bowler Mike Hendrick passed away recently. He was from which country? മുൻ ബൗളർ മൈക്ക് ഹെൻഡ്രിക്ക് ഈയിടെ അന്തരിച്ചു. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ന്യൂസിലാൻഡ്, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി വെസ്റ്റ് ഇൻഡീസ്. ഫോർമർ ബൗളർ മൈക്ക് ഹെൻഡ്രിക്ക് പാസ്ഡ് അവേ റീസെന്റ്. ഹി വാസ് ഫ്രം വിച്ച് കൺട്രി? ഓപ്ഷൻ സി ആണ് ആൻസർ, ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Who has been appointed as the new Vice Chief of Naval Staff? Who has been appointed as the new Vice Chief of Naval Staff? നാവികസേനയുടെ പുതിയ വൈസ് ചീഫ് ആയി ആരാണ് നിയമിതൻ ആയത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വൈസ് അഡ്മിറൽ ജി അശോക് കുമാർ, ഓപ്ഷൻ ബി വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ, ഓപ്ഷൻ സി വൈസ് അഡ്മിറൽ എസ്.എൻ. ഗോർമേഡ്, ഓപ്ഷൻ ഡി വൈസ് അഡ്മിറൽ ആർ.ബി. പണ്ഡിറ്റ്. Who has been appointed as the new Vice Chief of Naval Staff? Option C ആണ് ആൻസർ, വൈസ് അഡ്മിറൽ എസ്.എൻ. ഗോർമേഡ്. അടുത്ത The blockchain based startup IBIC Private Limited has been set up by a group of how many Indian banks to bring the DLT in the financial services sector? The blockchain based startup IBIC Private Limited has been set up by a group of how many Indian banks to bring the DLT in the financial services sector? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് IBIC പ്രൈവറ്റ് ലിമിറ്റഡ് എത്ര ഇന്ത്യൻ ബാങ്കുകൾ ധനസേവന മേഖലയില് DLT കൊണ്ടുവരാൻ ഒരു ഗ്രൂപ്പ് സ്ഥാപിച്ചു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 9. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, 18. അടുത്ത ക്വസ്റ്റ്യൻ. Who has been selected for the prestigious Lokmanya Tilak National Award for 2021? Who has been selected for the prestigious Lokmanya Tilak National Award for 2021? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? 2021 പ്രശസ്തമായ ലോക്മാന്യ തിലക് ദേശീയ അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ അസീം പ്രേംജി, ഓപ്ഷൻ ബി ദിലീപ് ഷാങ്വി, ഓപ്ഷൻ സി ശിവ നാടാർ, ഓപ്ഷൻ ഡി സൈറസ് പൂനവല്ല. Who has been selected for the prestigious Lokmanya Tilak National Award for 2021? Option D ആണ് ആൻസർ, സൈറസ് പൂനവല്ല. അടുത്ത ക്വസ്റ്റ്യൻ. What is the theme of the World Breastfeeding Week 2021? What is the theme of the World Breastfeeding Week 2021? 2021
ലോക മുലയൂട്ടൽ വാരത്തിന്റെ വിഷയം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രൊട്ടക്ട് ബ്രസ്റ്റ് ഫീഡിംഗ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ ബി സപ്പോർട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ്. ഓപ്ഷൻ സി എംപവർ പേരൻസ് എനേബിൾ ബ്രസ്റ്റ് ഫീഡിംഗ്. ഓപ്ഷൻ ഡി ബ്രസ്റ്റ് ഫീഡിംഗ് ഫൗണ്ടേഷൻ ഫോർ ലൈഫ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രൊട്ടക്ട് ബ്രസ്റ്റ് ഫീഡിംഗ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. What is the name of the regulatory body that issues the financial stability report? What is the name of the regulatory body that issues the financial stability report? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് നൽകുന്ന റെഗുലേറ്ററി ബോഡിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെഗുലേറ്ററി ബോഡി ദാറ്റ് ഇഷ്യൂസ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്? ഓപ്ഷൻ എ ആണ് ആൻസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ദ ടേം IPR as used in the field of world trade. Expand the term IPR as used in the field of world trade. ലോക വ്യാപാര മേഖലയിൽ ഉപയോഗിക്കുന്ന IPR എന്ന പദം വികസിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓപ്ഷൻ ബി ഇന്റർനാഷണൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓപ്ഷൻ സി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഓപ്ഷൻ ഡി ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് GSAP stand for? What does GSAP stands for? അതായത് GSAP എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് എയ്ഡ് പ്രോട്ടോകോൾ. ഓപ്ഷൻ ബി ഗവൺമെന്റ് സ്ട്രക്ചേർഡ് എയർവേ പ്രോഗ്രാം. ഓപ്ഷൻ സി GSEC അക്വിസിഷൻ പ്രോഗ്രാം. ഓപ്ഷൻ ഡി ഗ്ലോബൽ ഇൻസെൻസിറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോഗ്രാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. GSEC അക്വിസിഷൻ പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ. Where is the headquarters of the National Cadet Corps located? Where is the headquarters of the National Cadet Corps located? നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മുംബൈ. ഓപ്ഷൻ ബി ന്യൂഡൽഹി. ഓപ്ഷൻ സി കൊച്ചിൻ. ഓപ്ഷൻ ഡി വിശാഖപട്ടണം. എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ. Abhimanyu Mishra, who was recently in news, plays which sports? Abhimanyu Mishra, who was recently in news, plays which sports? അതായത് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന അഭിമന്യു മിശ്ര ഏത് കളിയാണ് കളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചെസ്. ഓപ്ഷൻ ബി ജൂഡോ. ഓപ്ഷൻ സി ബാഡ്മിന്റൺ. ഓപ്ഷൻ ഡി ബാസ്കറ്റ് ബോൾ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ചെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which agency/organization built India's first indigenous drone defense dome, Indrajal? Which agency/organization built India's first indigenous drone defense dome, Indrajal? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ താഴികക്കുടം ഇന്ദ്രജാൽ നിർമ്മിച്ചത് ഏജൻസി സംഘടന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ DRDO. ഓപ്ഷൻ ബി ISRO. ഓപ്ഷൻ സി L&T. ഓപ്ഷൻ ഡി ഗ്രീൻ റോബോട്ടിക്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗ്രീൻ റോബോട്ടിക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.